ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നിയമങ്ങൾ തെറ്റിക്കരുത്. പ്രിയരെ, ഗുരുദേവൻ സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമം സംസ്കൃത സ്കൂളിൽ നിന്നും നല്ല നിലയിൽ പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥിയായിരുന്നു അച്യുതൻ. സംസ്കൃത സ്കൂളിലെ പഠനത്തിന് ശേഷം ഗുരുദേവൻ അനുഗ്രഹം വാങ്ങി അച്യുതൻ സംസ്കൃത സ്കൂളിൽ ചേർന്നു. അവിടെ നിന്ന് മഹോപാധ്യായ പാസായി. പിന്നീട് കുറച്ചുനാൾ കോട്ടുവള്ളിയിലെ കുടുംബവീട്ടിലും ഇടയ്ക്കിടെ ആലുവ അദ്വൈതാശ്രമത്തിലുമായി കഴിഞ്ഞുകൂടി. അക്കാലത്ത് അച്യുതൻ 8 പദ്യങ്ങളുള്ള ഒരു കവിത മലയാളത്തിൽ രചിക്കുകയുണ്ടായി. ആ കവിതയുടെ പേര് ആത്മാർപ്പണം എന്നായിരുന്നു. അച്യുതന് ആ കവിത ഗുരുദേവന് സമർപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ദിവസം ഗുരുദേവൻ സംസ്കൃത സ്കൂളിലെ പ്രധാന ആചാര്യനായിരുന്ന വലിയ ഗുരുക്കളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് ഇരിക്കുകയായിരുന്നു. വേറെയും കുറച്ചാളുകൾ അപ്പോഴവിടെ ഉണ്ടായിരുന്നു. അതുതന്നെ നല്ല അവസരം എന്ന് കരുതി അച്യുതൻ നല്ല കടലാസിൽ പകർത്തി എഴുതി വെച്ചിരുന്ന ആ കവിതയുമായി ഗുരുസന്നിധിയിലെത്തി. ഗുരുദേവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. അതിനുശേഷം വലിയ ഗുരുക്കളോട് തന്റെ ആഗ്രഹം രഹസ്യമായി പറഞ്ഞു. അദ്ദേഹം അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയോടെ അത് ഗുരുദേവനെ അറിയിക്കുകയും ചെയ്തു. ഗുരുക്കൾ: അച്യുതൻ വലിയൊരു ആഗ്രഹം സാധിപ്പാനാണ് വന്നിരിക്കുന്നത്. ഗുരുദേവൻ: എന്താണ് ആഗ്രഹം, പറയാമല്ലോ. ഗുരുക്കൾ: അവൻ ഒരു കവിത എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് തൃപ്പാദങ്ങൾക്ക് സമർപ്പിക്കണം. അതാണ് ആഗ്രഹം. ഗുരുദേവൻ അച്യുതനെ നോക്കി ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു. കവിതയോ? കേൾക്കട്ടെ. ഗുരുദേവൻ ചൂരൽ കസേരയിൽ ചാരിയിരിക്കുകയായിരുന്നു. പുറമേക്ക് നോക്കിയാൽ ഗുരുദേവൻ അപ്പോൾ മയങ്ങുകയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. അച്യുതൻ കടലാസ് നിവർത്തി ആ കവിത നല്ല ഈണത്തിൽ ആലപിക്കുവാൻ തുടങ്ങി. ഓരോ പദ്യങ്ങളും ഓരോ തവണ മാത്രമേ ആലപിച്ചിരുന്നുള്ളൂ. അങ്ങനെ 8 പദ്യങ്ങളുടെയും ആലാപനം പൂർത്തിയായി. അച്യുതൻ വലിയ ജിജ്ഞാസയോടെ ഗുരുദേവന്റെ മുഖകാന്തിയിലേക്ക് നോക്കി നിന്നു. അല്പനേരം കഴിഞ്ഞ് ഗുരുദേവൻ അവിടെ നിന്നിരുന്ന ഒരു ശിഷ്യനോടായി ചോദിച്ചു: പദ്യങ്ങൾ വായിച്ചു കേട്ടല്ലോ, എന്താണ് അഭിപ്രായം? ശിഷ്യൻ: പാണ്ഡിത്യം സ്ഫുരിക്കുന്നുണ്ട്. ഗുരുദേവൻ: മഹോപാധ്യായ പാസായതല്ലേ, കുറെയൊക്കെ പാണ്ഡിത്യം കാണും. മറ്റൊരു ശിഷ്യൻ: കുറെ കൂടി പാകത വരാനുണ്ട്. ഗുരുദേവൻ: പദ്യം എഴുതാനോ അതോ അഭിപ്രായം പറയാനോ? അതിൽ പിന്നെ ഒരു അഭിപ്രായം ആരും പറയുകയുണ്ടായില്ല. തെല്ലിട കഴിഞ്ഞ് ഗുരുദേവൻ ഇപ്രകാരം മൊഴിഞ്ഞു: ഭാഷ കൊള്ളാം. ഭാഷ കൊള്ളാമെന്നുള്ള ആ കൽപ്പനയിൽ ആശയം കൂടി നന്നാകണമെന്ന ഒരു ധ്വനിയുണ്ടെന്ന് അച്യുതന് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞു വരികയായിരുന്ന അച്യുതനെ ഗുരുദേവൻ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് തലേന്ന് ഒരു പ്രാവശ്യം മാത്രം വായിച്ചു കേട്ട ആ കവിതയിലെ ഒരു വാക്കിനെ പറ്റി ഇങ്ങനെ ചോദിച്ചു: കഥനകയം എന്താണ്? അച്യുതൻ: കഥനരൂപമായ കയം. ഗുരുദേവൻ: കയം മലയാളമാണോ സംസ്കൃതമാണോ? അച്യുതൻ: മലയാളമാണ്. ഗുരുദേവൻ: അപ്പോൾ കഥനകയം എന്നല്ലല്ലോ കഥനക്കയം എന്ന് വേണ്ടേ പ്രയോഗിക്കാൻ? അച്യുതൻ ഒരു പരിങ്ങലോടെ: അങ്ങനെ വേണ്ടതാണ്. വായനയിൽ അഭംഗി തോന്നിയില്ല, അർത്ഥത്തിനും ക്ലേശമില്ല. ഗുരുദേവൻ: അതു ശരിയല്ല, നിയമങ്ങൾ തെറ്റിക്കരുത്. അച്യുതന്റെ ജീവിതത്തിൽ വലിയൊരു പാഠമായി തീർന്നു ആ ഗുരുദേവ കൽപ്പന. സ്നേഹപൂർവ്വം രഞ്ജൻ കയനാട്.